അഫല അക്കൂനു അബുദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലേ? ഇത് ആരോട് പറഞ്ഞ വാക്കുകളാണെന്ന് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോടായി പറഞ്ഞ വാക്കുകളാണിത്. അഫല അക്കൂനു അബുദൻ ഷക്കൂറ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വന്ന് പൊന്തുമാറാകുവോളം നിന്ന് നമസ്കരിക്കുന്നത് കണ്ട് ആയിഷ ബീവി നബി തങ്ങളോടായി ചോദിച്ചു, അല്ലയോ തങ്ങളെ, താങ്കൾ എന്തിനാണ് ഈ വരും കാലങ്ങളിലെയും കഴിഞ്ഞ കാലങ്ങളിലെയും സകല പാപങ്ങളും പൊറുക്കപ്പെട്ട താങ്കൾ എന്തിനാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നത്? ഇത് കേട്ടയുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോടായി പറഞ്ഞു, അഫല അക്കൂനു അബുദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലേ ആയിഷ? എനിക്ക് എൻ്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലേ? അപ്പോൾ നാം എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നാം എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാം ഏതൊക്കെ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കണം? നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയെങ്കിൽ തന്നെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അറിയാൻ സാധിക്കും, എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടേറെ അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ദിനേന ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. ജനനം മുതൽ മരണം വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയെങ്കിൽ കാണാൻ സാധിക്കും നമ്മുടെ കാഴ്ച, കേൾവി, ശ്വസനം, അതുപോലെ തന്നെ ഓരോ ഇന്റേണൽ ഓർഗൻസിൻ്റെയും പ്രവർത്തനം. നമ്മുടെ ശരീരത്തിലെ ചെറിയ പയറുമണിയുടെ ആകൃതിയിലുള്ള വൃക്കയിലെത്തുന്ന രക്തത്തെ അത് ശുദ്ധീകരിച്ച് രക്തധമനികളിലേക്കും അതുപോലെ തന്നെ മൂത്രത്തെ വേർതിരിച്ച് മൂത്രക്കുഴലുകളിലേക്കും ഒരരിപ്പ് കണക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു പ്രവർത്തനം നിന്നുപോയാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്ന റബ്ബ് സുബ്ഹാനഹു തആലയെ നാം എത്രമാത്രം സ്മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാം എത്രമാത്രം റബ്ബ് സുബ്ഹാനഹു തആലയോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്? നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിരന്തരമായ അവസരങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. നമ്മളിൽ നിർബന്ധമാക്കപ്പെട്ട ഫർളാക്കപ്പെട്ട നമസ്കാരം, അത് നാം ഒരു യാത്രാവേളയിലായിരിക്കെ ചുരുക്കി നമസ്കരിക്കുവാനുള്ള ഒരു സാവകാശം റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നോമ്പ്, അത് നാം ഒരു രോഗാവസ്ഥയിലായിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമോ നമുക്കത് പിന്നീട് പിടിച്ചു വീട്ടുവാനുള്ള ഒരു സാവകാശം റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള ഒട്ടേറെ അനുഗ്രഹങ്ങളാണ് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു തആലയോട് എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാം ഏതെല്ലാം രീതിയിൽ നന്ദി പ്രകടിപ്പിക്കണം? ഏറ്റവും കുറഞ്ഞത്, ചുരുങ്ങിയത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ അത് എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തന്നെ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കൽ. ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കി റബ്ബിനോട് ഹൃദയത്തിൽ അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തുകയാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നാവ് കൊണ്ട് നന്ദി കാണിക്കൽ. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം അത് എടുത്തു പറയുവാനും സ്തുതിക്കുവാനും ശ്രമിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളോട് ആയി പറയുന്നുണ്ട്, വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നീ നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുക. മൂന്നാമതായി അവയവം കൊണ്ട് നന്ദി കാണിക്കൽ. ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മത പുലർത്തുകയാണ് അവയവം കൊണ്ട് നന്ദി കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും വിനിയോഗിക്കുകയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3 രീതിയിൽ നന്ദി പ്രകടമാക്കിയ ഒരു മനുഷ്യന് അവൻ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി, നാം ഒക്കെ 100% നമ്മുടെ റബ്ബിൻ്റെ അടുക്കൽ നന്ദി പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥനാണല്ലേ. നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും നന്ദിയുള്ള ഒരടിമയായി, അവൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ഒരടിമയായി മാറാൻ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു.